രക്ഷാദൗത്യം അതീവ ദുഷ്കരമാണ് എന്ന് പുഴയിൽ ഡൈവ് നടത്തിയതിനു ശേഷം ഈശ്വർ മൽപ്പയും വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ദീപക് മലയമ്മ, ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെ? മഴ മാറി നിൽക്കുന്നുണ്ടോ? സുജയ, ഇപ്പോൾ മഴ ഇല്ല. അതായത് ഈ മേഖലയിൽ മേഘാവൃതമായി തന്നെ തുടരുന്നുണ്ട്. പക്ഷേ മഴയുള്ള സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. അത് ദൗത്യത്തിന് കുറച്ചുകൂടി ഗുണകരവുമാണ്. കാരണം ശക്തമായ മഴയും കനത്ത കാറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ മേഖലയിൽ ദൗത്യം നടത്തുക എന്ന് പറയുന്നത് അത്ര കണ്ട ബുദ്ധിമുട്ടുള്ള കാര്യവും കൂടിയാണ്. പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഈശ്വർ മൽപ്പെ ഈ മേഖലയിലേക്ക് എത്തും. നേരത്തെ നമ്മൾ ഇന്ദ്രപാലൻ സാറുമായൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ മണ്ണിൻ്റെ ഘടനയിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ഒഴുക്ക് അത്രത്തോളം ശക്തമായതുകൊണ്ട് തന്നെ പുതിയ സിഗ്നലുകൾ എന്ന് നമ്മൾ നേരത്തെ കേൾക്കുമ്പോൾ ആശ്ചര്യത്തോടുകൂടി ശ്രദ്ധിച്ചിരുന്നു. അത് പുതിയ സിഗ്നലുകൾ എന്ന് പറയുന്നത് ചില ഭാഗങ്ങളിലേക്ക് അത്തരത്തിൽ മണ്ണ് നീക്കം ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള സിഗ്നലുകൾ കൂടുതലായി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് നേവിയുടെ സംഘം ഇപ്പോൾ സോണാർ ടെക്നോളജി ഉപയോഗിച്ചുള്ള പരിശോധനകൾ കൂടി ഈ മേഖലയിൽ നടത്തുന്നുണ്ട്. അവർ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളുമായി ഈ നദിയിൽ ഡിങ്കി ബോട്ടിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പരിശോധനയിലേക്ക് വളരെ ശക്തമായി തന്നെ പോകാനുള്ള തീരുമാനമുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ചേർന്ന അവലോകന യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് കേരളത്തിൻ്റെ നിലപാടെന്ന് പറയുന്നത് തിരച്ചിൽ തുടരണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കർണാടകയെ സംബന്ധിച്ച് ഇവിടെ നേവിയെയും ഒപ്പം തന്നെ ആർമിയെയും തുടർന്ന് നിർത്താം, അവരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ തുടരാം എന്നുള്ള ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഫുൾ ഫ്ലെഡ്ജഡായി എത്ര കാലം പരിശോധന നടത്തുമെന്നുള്ള ചോദ്യം കർണാടക മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോഴും കേരളം ഇക്കാര്യത്തിൽ കൃത്യമായി കുറച്ചുകൂടെ നാളുകൾ പരിശോധന സജീവമായി തുടരണം എന്നുള്ള നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഈ അവലോകന യോഗത്തിൽ അത്തരത്തിൽ കാര്യങ്ങൾ കേരളം ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പ്രതികരണവും കൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും കൃത്യമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ കേരളം സ്വീകരിക്കുന്നു എന്നുള്ളത് കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഒരിക്കൽ കൂടി ഡൈവിന് വേണ്ടി എത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആ ഒരു ലോഹപ്പാട്ടുള്ള മേഖലയിൽ നിന്ന് ഒരു റിസൾട്ട് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് കൂടിയാണ് നമ്മൾ നോക്കി നിൽക്കുന്നത്. ഈ ദുരന്തബാധിത മേഖലയിൽ, അതായത് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ നിന്ന് ഏറ്റവും അടുത്തു നിന്ന് പകർത്തുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, CP4, CP3 എന്ന് പറയുന്ന രണ്ട് മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൃത്യമായി കൂടുതൽ പരിശോധന നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഏതാണ്ട് 60 ഫീറ്റോളം താഴേക്ക് പോയി അത്തരത്തിൽ മണ്ണ് അല്പം നീക്കിക്കൊണ്ട് തന്നെ പരിശോധന നടത്താം എന്നുള്ള പ്രതീക്ഷ ഈശ്വർ മൽപ്പെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നേരത്തെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ സർ പറഞ്ഞതുപോലെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ഇടപെടൽ നടത്താൻ കഴിയുമോ എന്ന് നമ്മൾ നോക്കിയിരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോൾ വീണ്ടും നമുക്ക് ആ നേവി സംഘം ഈ മേഖല കേന്ദ്രീകരിച്ച് തന്നെ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഈ തെരച്ചിലിനായി ഈ ടീം, ഡൈവിംഗ് ടീം അവിടെ എത്തിയിട്ട് ഏകദേശം അരമണിക്കൂറിൽ കൂടുതലായി. അവരവിടെ തയ്യാറായി നിൽക്കുകയാണ്. ഇപ്പോൾ പുഴയിൽ സോണാർ പരിശോധന നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയതുപോലെ തന്നെ സോണാർ പരിശോധന അവർ നടത്തുന്നുണ്ട്. എന്നാൽ ഈ കോൺടാക്ട് പോയിന്റ് 4 അത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തതാണ്, അവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിക്കുന്നുമുണ്ട്. ഐബോ ഡ്രോൺ പരിശോധന നടത്തിയ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ, അദ്ദേഹം ഈ ടീമുമായി സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ഒരു സാധ്യതയുള്ളത് ദീപക്, കളക്ടറും ഒപ്പം തന്നെ മന്ത്രിയും ഒക്കെ അവിടെ ആ സൈറ്റിൽ തന്നെ തുടരുകയല്ലേ? എങ്ങനെയായിരിക്കും ഇനിയുള്ള ലാസ്റ്റ് ഹോപ്പ്, അല്ലെങ്കിൽ അവസാനമായി നടത്താൻ പോകുന്ന പരിശോധന എന്താണ് എന്നൊരു ബ്രീഫിങ്ങിന് ഒരു സാധ്യതയുണ്ടോ? ദീപകൻ അവിടെ നിൽക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? ദൗത്യത്തിലേക്ക് അവർ ഇറങ്ങുന്നുമില്ല, ആ ഭാഗങ്ങളിലൊക്കെ നിരീക്ഷണം തുടരുകയാണ് മൽപ്പയും ടീമും. അതെ സുജയ്, ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ MLA-മാരും മന്ത്രിയും ഒപ്പം തന്നെ ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, ആർമിയുടെ ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ അവരുമൊക്കെയായി കൂടിയാലോചനകൾ ഈ മേഖലയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ സംഘത്തിന് നദിയിലേക്ക് ഇറങ്ങി പരിശോധന നടത്താനുള്ള ഒരു അനുമതി ഉണ്ടാകുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ ഈ കാര്യങ്ങൾ കൃത്യമായി മന്ത്രി ഉൾപ്പെടെ തന്നെ ഇവിടെ വിശദീകരിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ വിജിത്ത് ഇടതുവശത്തെ ആ ഒരു ദൃശ്യങ്ങൾ കൂടി നൽകുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് കാണാം. വീണ്ടും ആർമി ഉദ്യോഗസ്ഥരെ വിളിച്ച് മന്ത്രി AK ശശീന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് ഇനി ചെയ്യാൻ കഴിയുക എന്നുള്ളതൊക്കെ സംബന്ധിച്ച ഒരു ധാരണയിലേക്ക് എത്തിച്ചേരാം എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഉള്ളത്.